ഹലോ, നമസ്കാരമുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പഴയ ഒരു RO മെഷീനെ വന്നിട്ട് റീകണ്ടീഷൻ ചെയ്തെടുത്ത് അതിനെ വൃത്തിയാക്കി ഒരു 300 രൂപ ചിലവുള്ള ഒരു ടാങ്ക്, അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിപ്പോൾ അതിനെ അസംബിൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മൾ എടുത്ത മെഷീന്. ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഫിറ്റാക്കുന്നുണ്ട്. ക്ലാമ്പ്, പിന്നെ ഫിൽറ്റേഴ്സ്, എല്ലാ സാധനങ്ങളും. ഇത് പമ്പും പിന്നെ ഒരു ചെറിയ കൺട്രോളറും സോളിനോയിഡും ഇതൊക്കെ നമ്മൾ തന്നെ കൺട്രോളറൊക്കെ ഇപ്പോൾ റെഡിയാക്കിയിട്ട് അതിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം യൂണിറ്റ് അങ്ങനെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ സർവീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ബേസിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റേ വോൺട്രോണിൻ്റെ മെംബ്രെയിനാണ്, RO മെംബ്രെയിന്. ഇതാണ് നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ ഉള്ളത് ഇതൊരു സെറ്റ് ഫിൽറ്റർ സെറ്റാണ്. ഒരു സെഡിമെൻ്റ് ഫിൽറ്റർ ആൻഡ് പ്രീ കാർബൺ, ദെൻ പോസ്റ്റ് കാർബൺ, അങ്ങനെ 3 ഫിൽറ്റർ. പിന്നെ ഇതിലിപ്പോൾ നമ്മളതിൽ ക്ലാമ്പ് ഫിക്സ് ആക്കുന്നു. ഇതാണ് നമ്മുടെ ക്ലാമ്പ് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ പുതിയ മെംബ്രെയിനുള്ള ഹൗസിങ്. ഇത് ബ്രാൻഡ് ന്യൂ വാങ്ങിച്ചതാണ്, അത് പഴയത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇതൊരു ലോ പ്രഷർ സ്വിച്ചാണ്. ലോ പ്രഷർ സ്വിച്ച് നമ്മളിതിൻ്റെ കൂടെ കിട്ടിയതാണ്. നമ്മളത് അഴിച്ച് ഒന്നുകൂടെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ ഇതും അതിൽ ഫിറ്റാക്കും. പിന്നെ ഉള്ളത് ഫ്ലോട്ട് സ്വിച്ച് ടാങ്കിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇതും എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ക്ലാമ്പ്, ഫിൽറ്ററിനുള്ള ക്ലാമ്പ് എല്ലാം ഫിറ്റാക്കിയിട്ടുണ്ട്. അതിൽ ടാങ്കിൻ്റെ വാട്ടർ ഇൻലെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ 2 അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഫ്രഷ് വാട്ടറും വേസ്റ്റ് വാട്ടറും. പിന്നെ നമ്മളിതിൽ പുതിയതായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ട് മെഷീനിലൊന്നും ഉണ്ടാവില്ല. അത് ഇവിടെ ഒരു 3 ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. ഈ 3 ഇൻഡിക്കേറ്റർ, ഇത് പവർ ഓണ്, ഇത് ടാങ്ക് ഫുള്ള്. ഇത് ഇൻ കേസ് ലോ പ്രഷർ സ്വിച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ സ്വിച്ച് ബൈപ്പാസ് ചെയ്യാൻ പറ്റും ഓൺ ചെയ്തിട്ട്. ടാപ്പിൽ വെള്ളം കണ്ടമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടറിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ വെള്ളം കുറച്ചുണ്ടെങ്കിലും ഇത് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്വിച്ചാണ്. ഇതൊന്നും ഒരു ROയിലും കൊടുക്കില്ല, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ മോട്ടറിൻ്റെ ട്യൂബും കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കണം. മോട്ടർ അസംബ്ലി കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടെല്ലാം ചെയ്തതാണ്. ഇത് വന്നിട്ട് ടാങ്കിൻ്റെ അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ടാങ്കിൻ്റെ അടിയിൽ വാട്ടർ ഫുള്ള് വെളിച്ചം കാണും. പിന്നെ സോളിനോയിഡിന് എല്ലാത്തിനും ലോക്ക്, ഇതെല്ലാം വന്നിട്ട് ലോക്ക് വെച്ചിട്ടുണ്ട് ലീക്കാവാതിരിക്കാൻ. ഇവിടെ ഇതിൽ എല്ലാത്തിനും ലോക്ക് ചെയ്ത് അസംബിൾ ചെയ്തിട്ട് അകത്ത് കയറ്റി അങ്ങ് നമ്മൾ ഫിക്സ് ചെയ്യും. ഇത് ഫ്ലോ റിസ്ട്രിക്ടർ ഇവിടെ ഫിക്സ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അത് ഫിറ്റ് ചെയ്ത് ഇനി ഇതിനെ ടാങ്കിൻ്റെ അകത്ത് കയറ്റി അങ്ങ് ഫിക്സ് ചെയ്യും. ഫിൽറ്റർ ഇൻസ്റ്റലേഷനെല്ലാം കഴിഞ്ഞു. എല്ലാ ഫിൽറ്ററും ഫിറ്റ് ചെയ്തു. ഇതാണ് സെഡിമെൻ്റ് ഫിൽറ്റർ. ഇത് വന്നിട്ട് പ്രീ കാർബൺ, ഇത് പോസ്റ്റ് കാർബൺ, ഇത് മെംബ്രെയിൻ. സോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷൻ താഴെ വരും. ഇതാണ് വാട്ടർ ഇൻലെറ്റ്.
ഇൻലെറ്റിന് നേരെ വന്നിട്ട് ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ട് ഇത് ലോ പ്രഷർ സ്വിച്ച്. ഇൻലെറ്റിൽ വെള്ളമില്ലെങ്കിൽ മോട്ടറും സോളിനോയിഡും എല്ലാം ഓഫ് ചെയ്യാനായിട്ട്. പിന്നെ ഈ കണക്ഷൻ പോകുന്നത് നേരെ സെഡിമെൻറ്റ് ഫിൽറ്ററിൻ്റെ ഇൻലെറ്റിലാണ്. ഇൻലെറ്റിൽ പോയിട്ട് പുറത്തു കൂടെ വന്നിട്ട് പിന്നെ ഈ പൈപ്പ് നേരെ കൊണ്ടുപോയിട്ട് സോളിനോയിഡിൻ്റെ ഇന്നിലേക്ക് പോകും. അത് ബാക്കിൽ കൂടെ എടുത്തിരിക്കുകയാണ്. നേരെ ബാക്ക് സൈഡിൽ ഈ ഫിൽറ്ററിൻ്റെ ഒക്കെ ബാക്ക് സൈഡിലാണ് അതുള്ളത്. അപ്പോൾ അതിൽ കൊടുത്തിട്ട് സോളിനോയിഡിൽ നിന്ന് മോട്ടറിൻ്റെ ഇൻലെറ്റിൽ വന്ന് മോട്ടറിൻ്റെ ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത്. മോട്ടറിൻ്റെ ഔട്ട്ലെറ്റ് നേരെ വന്നിട്ട് പിന്നെ പ്രീ കാർബണിലേക്ക് പോകും. സോ ഇതാണ് പ്രീ കാർബണിൽ വന്നിട്ട് പ്രീ കാർബണിൻ്റെ ഔട്ടിൽ നിന്ന് പിന്നെ ഈ മെംബ്രെയിൻ്റെ ഇൻലെറ്റിലേക്ക് പോകും. മെംബ്രെയിൻ്റെ ഇൻലെറ്റിൽ നിന്ന് നേരെ വന്ന് മെംബ്രെയിൻ്റെ ഔട്ട്ലെറ്റ്, 2 ഔട്ട്ലെറ്റ് ഉണ്ട്. ഒന്ന് ഫിൽറ്ററിന് പോകും, ഫിൽറ്റർ വാട്ടറും, ഒന്ന് വന്നിട്ട് TDSനും. ഇതാണ് TDSന് വരുന്നത്. അപ്പോൾ TDSന് നേരെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടർ പുറത്ത് പോകാനാണ്. അപ്പോൾ TDS വന്നിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യും. ഈ TDSൻ്റെ റിസ്ട്രിക്റ്റഡ് ആണത്, അതായത് ഫ്ലോ റിസ്ട്രിക്റ്റർ. ഇത് റിസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിൽ പ്രഷർ കൂടുക. അങ്ങനെയാണ് ഇതിൽ പിന്നെ ഫിൽറ്റർ വാട്ടർ ഉണ്ടാകുക. ആ ഫിൽറ്റർ വാട്ടർ നേരെ നമ്മൾ പോസ്റ്റ് കാർബണിലേക്ക് കൊടുക്കും. പോസ്റ്റ് കാർബണിൽ വന്നു കഴിഞ്ഞാൽ ഇത് വെള്ളം ടേസ്റ്റ് എൻഹാൻസറും സിൽവർ ആക്ടിവേറ്റഡ് ഇതാണ്. അപ്പോൾ അതിലൂടെ വന്നു കഴിഞ്ഞാൽ നേരെ ടാങ്കിലേക്ക് പോകും. അപ്പോൾ ടാങ്കിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫ്ലോട്ട് സ്വിച്ച് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്ത് ഒരു ഇൻലെറ്റ്, ഇത് ടാങ്കിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ കണക്ഷനും കൊടുത്ത് ഇനിയിപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നാളെ നമ്മൾ ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും എല്ലാം കൂടെ. ഓക്കേ, ഇന്നത്തേക്ക് ഇത് മതി, നാളെ ബാക്കി. അപ്പോൾ ഇന്നത്തെ പണി നിർത്തി വച്ചിരിക്കുകയാണ്. ഇനി നാളെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ വാട്ടറിൻ്റെ ലെവലും ഇതിൻ്റെ ഫങ്ഷനൊക്കെ നോക്കാം, TDS നോക്കാം. ഓക്കെ, മോട്ടർ അസംബ്ലി കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടെല്ലാം ചെയ്തതാണ്. ഇത് വന്നിട്ട് ടാങ്കിൻ്റെ അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ടാങ്കിൻ്റെ അടിയിൽ വാട്ടർ ഫുള്ള് വെളിച്ചം കാണും. പിന്നെ സോളിനോയിഡിന് എല്ലാത്തിനും ലോക്ക്, ഇതെല്ലാം വന്നിട്ട് ലോക്ക് വെച്ചിട്ടുണ്ട് ലീക്കാവാതിരിക്കാൻ. ഇവിടെ ഇതിൽ എല്ലാത്തിനും ലോക്ക് ചെയ്ത് അസംബിൾ ചെയ്തിട്ട് അകത്ത് കയറ്റി അങ്ങ് നമ്മൾ ഫിക്സ് ചെയ്യും. ഇത് ഫ്ലോ റിസ്ട്രിക്റ്റർ ഇവിടെ ഫിക്സ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അത് ഫിറ്റ് ചെയ്ത് ഇനി ഇതിനെ ടാങ്കിൻ്റെ അകത്ത് കയറ്റി അങ്ങ് ഫിക്സ് ചെയ്യും. അങ്ങനെ ഫിൽറ്റർ ഇൻസ്റ്റലേഷനെല്ലാം കഴിഞ്ഞു. എല്ലാ ഫിൽറ്ററും ഫിറ്റ് ചെയ്തു. ഇതാണ് സെഡിമെൻറ്റ് ഫിൽറ്റർ. ഇത് വന്നിട്ട് പ്രീ കാർബൺ, ഇത് പോസ്റ്റ് കാർബൺ, ഇത് മെംബ്രെയിൻ. സോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷൻ താഴെ വരും. ഇതാണ് വാട്ടർ ഇൻലെറ്റിന് നേരെ വന്നിട്ട് ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ട് ഇത് ലോ പ്രഷർ സ്വിച്ച്. ഇൻലെറ്റിൽ വെള്ളമില്ലെങ്കിൽ മോട്ടറും സോളിനോയിഡും എല്ലാം ഓഫ് ചെയ്യാനായിട്ട്. പിന്നെ ഈ കണക്ഷൻ പോകുന്നത് നേരെ സെഡിമെൻറ്റ് ഫിൽറ്ററിൻ്റെ ഇൻലെറ്റിലാണ്. ഇൻലെറ്റിൽ പോയിട്ട് പുറത്തു കൂടെ വന്നിട്ട് പിന്നെ ഈ പൈപ്പ് നേരെ കൊണ്ടുപോയിട്ട് സോളിനോയിഡിൻ്റെ ഇന്നിലേക്ക് പോകും. അത് ബാക്കിൽ കൂടെ എടുത്തിരിക്കുകയാണ്. നേരെ ബാക്ക് സൈഡിൽ ഈ ഫിൽറ്ററിൻ്റെ ഒക്കെ ബാക്ക് സൈഡിലാണ് അതുള്ളത്. അപ്പോൾ അതിൽ കൊടുത്തിട്ട് സോളിനോയിഡിൽ നിന്ന് മോട്ടറിൻ്റെ ഇൻലെറ്റിൽ വന്ന് മോട്ടറിൻ്റെ ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത്. മോട്ടറിൻ്റെ ഔട്ട്ലെറ്റ് നേരെ വന്നിട്ട് പിന്നെ പ്രീ കാർബണിലേക്ക് പോകും. സോ ഇതാണ് പ്രീ കാർബണിൽ വന്നിട്ട് പ്രീ കാർബണിൻ്റെ ഔട്ടിൽ നിന്ന്
പിന്നെ ഈ മെംബ്രെയിൻ്റെ ഇൻലെറ്റിലേക്ക് പോകും. മെംബ്രെയിൻ്റെ ഇൻലെറ്റിൽ നിന്ന് നേരെ വന്ന് മെംബ്രെയിൻ്റെ ഔട്ട്ലെറ്റ്, 2 ഔട്ട്ലെറ്റ് ഉണ്ട്. ഒന്ന് ഫിൽറ്ററിന് പോകും, ഫിൽറ്റർ വാട്ടറും, ഒന്ന് വന്നിട്ട് TDSനും. ഇതാണ് TDSന് വരുന്നത്. അപ്പോൾ TDSന് നേരെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടർ പുറത്ത് പോകാനാണ്. അപ്പോൾ TDS വന്നിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യും. ഈ TDSൻ്റെ റിസ്ട്രിക്റ്റഡ് ആണത്, അതായത് ഫ്ലോ റിസ്ട്രിക്റ്റർ. ഇത് റിസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിൽ പ്രഷർ കൂടുക. അങ്ങനെയാണ് ഇതിൽ പിന്നെ ഫിൽറ്റർ വാട്ടർ ഉണ്ടാകുക. ആ ഫിൽറ്റർ വാട്ടർ നേരെ നമ്മൾ പോസ്റ്റ് കാർബണിലേക്ക് കൊടുക്കും. ഈ പോസ്റ്റ് കാർബണിൽ വന്നു കഴിഞ്ഞാൽ ഇത് വെള്ളം ടേസ്റ്റ് എൻഹാൻസറും സിൽവർ ആക്ടിവേറ്റഡ് ഇതാണ്. അപ്പോൾ അതിലൂടെ വന്നു കഴിഞ്ഞാൽ നേരെ ടാങ്കിലേക്ക് പോകും. അപ്പോൾ ടാങ്കിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫ്ലോട്ട് സ്വിച്ച് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്ത് ഒരു ഇൻലെറ്റ്, ഇത് ടാങ്കിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ കണക്ഷനും കൊടുത്ത് ഇനിയിപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നാളെ നമ്മൾ ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും എല്ലാം കൂടെ. ഓക്കേ, ഇന്നത്തേക്ക് ഇത് മതി, നാളെ ബാക്കി. അപ്പോൾ ഇന്നത്തെ പണി നിർത്തി വച്ചിരിക്കുകയാണ്. ഇനി നാളെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ വാട്ടറിൻ്റെ ലെവലും ഇതിൻ്റെ ഫങ്ഷനൊക്കെ നോക്കാം, TDS നോക്കാം. ഓക്കെ, ഈ മോട്ടർ നമ്മൾക്ക് കുറച്ച് പണി തന്ന്, ഈ മോട്ടറല്ല ഇതിൻ്റെ കൺട്രോൾസ്. ശരിക്കും പറഞ്ഞാൽ ഇതിലുണ്ടായിരുന്ന ഒരു കൺട്രോൾ ഈ സാധനമാണ്. ഈ കൺട്രോളിൽ വന്നിട്ട് ഒരു റിലേ ഫങ്ഷൻ ആവുന്നില്ലായിരുന്നു. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റിലേ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് 24 വോൾട്ടിൻ്റെ റിലേ അല്ല, ഇത് 12 വോൾട്ടിൻ്റെയാണ്. നമ്മുടെ മോട്ടർ വന്നിട്ട് 24 വോൾട്ടിൻ്റെയാണ്, പക്ഷേ റിലേ 12 വോൾട്ടിൻ്റെയാണ്. അതിനൊരു റെസിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ അത് ഇപ്പം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻഡിക്കേറ്റർ ഇതാണ്. ഞാൻ പറഞ്ഞ ടാങ്കിലേക്ക് വെള്ളത്തിന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1 വാട്ടിൻ്റെ ലാമ്പ്. ദെൻ ഇത് വാട്ടർ ടാങ്ക് ഫുള്ളിൻ്റെ ഇൻഡിക്കേറ്റർ. പിന്നെ ഇതൊരെണ്ണം മറ്റേ എന്താ പറയുക, പവർ ഓൺ ഇൻഡിക്കേറ്റർ. അങ്ങനെ 3 എണ്ണം ഉണ്ട്. ഇതാണ് പവർ ഓൺ ഇൻഡിക്കേറ്റർ. അപ്പോഴതാ ലൈറ്റ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ടാങ്ക് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യും. ടാങ്ക് ഫുള്ള്. സോ ഇതാണ് നമ്മളുടെ കണക്ഷൻ. ഇനിയിപ്പോൾ അത് ഫിറ്റ് ചെയ്യണം. ഓക്കെ, ലെവൽ സ്വിച്ച് ഫുള്ളായി, ടാങ്ക് ഫുള്ളായി കഴിയുമ്പോഴത്തേനും അത് ലൈറ്റ്, വാട്ടർ ടാങ്കിൻ്റെ ലൈറ്റ് ആയിരിക്കും. ഓഫായി കഴിയുമ്പോഴത്തേനും ഇത് ടാങ്ക് ഫുള്ള് കട്ട് ഓഫായി കഴിഞ്ഞു, ഗ്രീൻ ലൈറ്റ്. പവർ. ഇപ്പോൾ വാട്ടർ കണക്ഷൻ കൊടുത്തു, ടെസ്റ്റിംഗ് ആണ്. സോ നല്ല മോട്ടർ നല്ല പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ലീക്കും ഇല്ല. നല്ല ട്യൂബെല്ലാം 100% സെക്യൂർഡാണ്. അങ്ങനെ നമ്മളെ ടാങ്കിലേക്ക് വെള്ളം വരുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഫ്ലോ ഉണ്ട് വെള്ളത്തിന്, കണ്ടില്ലേ? ഒരു 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. നമ്മൾ ഉണ്ടാക്കിയ ഇൻഡിക്കേറ്ററും എല്ലാം പെർഫെക്റ്റായിട്ടുണ്ട്.
സ്വിച്ച്. ഇപ്പോൾ ടാങ്ക് ഫ്ലോട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്ക് നിറഞ്ഞ ഉടനെ ഗ്രീൻ ലൈറ്റ്. ഒരു 2 ടാങ്ക് വെള്ളം നമ്മളിപ്പോൾ ഫ്ലഷ് ചെയ്ത് കളയും. അതിനുശേഷം ഇത് ഇൻസ്റ്റാളേഷന് റെഡിയാണ്. സോ ഇതാണ് നമ്മുടെ പ്രോജക്റ്റ്, സക്സസ്ഫുൾ പ്രോജക്റ്റ്. ഓക്കേ.